നമസ്കാരം. കർക്കടവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഇന്നുള്ളത് മാരുതി സുസുക്കിയുടെ മിഡ് സൈസ് SUV ആയ വിക്ടോറിയസ് ആണ്. വിക്ടോറിയസിന് ഒപ്പമുള്ള ഒരു ദീർഘകാല ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതിൻ്റെ ഒരു റിവ്യൂവുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. കാരണം ഈ മിഡ് സൈസ് SUV മാരുതി സുസുക്കിയുടെ 2025 അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇറക്കിയ വാഹനങ്ങളിലെ ഏറ്റവും മിടുക്കനും ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു മിഡ് സൈസ് SUV ആണ്. ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ എന്ന പ്രസ്റ്റീജിയസ് ഓട്ടോമൊബൈൽ അവാർഡ് നേടിയിരിക്കുകയാണ് ഈ മിഡ് സൈസ് SUV. ലാറ്റിൻ ഭാഷയിൽ വിക്ടോറിയസ് എന്നാൽ വിക്ടറി എന്നാണ്. പേര് പോലെ തന്നെ വിജയം നേടിയിരിക്കുകയാണ് ഈ മിഡ് സൈസ് SUV. ഇക്കാലം ഇത്രയും കൊണ്ട് 70,000 ബുക്കിംഗ് ആണ് ഈ മിഡ് സൈസ് SUVക്ക് ലഭിച്ചത്. 35,000-ഓളം വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ എത്തിക്കാൻ മാരുതി സുസുക്കിക്ക് കഴിയുകയും ചെയ്തു. CNG ഓപ്ഷനിലും 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡിലും അതുപോലെ തന്നെ 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡിലും ഒക്കെ തന്നെ വാഹനം ലഭ്യമാണ്. 10.99 ലാക്സ് മുതൽ 19.99 ലാക്സ് വരെയൊക്കെയുള്ള ഒരു എക്സ് ഷോറൂം പ്രൈസ് റേഞ്ചിലാണ് ഈ വാഹനം ലഭിക്കുന്നത്. ഒരുപാട് നിറങ്ങളിലൊക്കെയാണ് വാഹനം ലഭിക്കുന്നത്. ടെക്നോളജിയെ ഇഷ്ടപ്പെടുന്ന പുത്തൻ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറ്റാവുന്നതൊക്കെ തന്നെയും ഈ വാഹനത്തിൽ മാരുതി സുസുക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഗോട്ട് ഇറ്റ് ഓൾ എന്നാണ്. മാരുതി സുസുക്കിയിൽ നിന്നും എത്തുന്ന അഡാസ് ലെവൽ 2 സൗകര്യമുള്ള ആദ്യത്തെ വാഹനം കൂടിയാണ് വിക്ടോറിയസ്. സേഫ്റ്റിയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. 5 സ്റ്റാർ സേഫ്റ്റിയുടെ മികവോട് കൂടിയിട്ടാണ് ഈ വാഹനം എത്തുന്നത്. ഇതിന് 4x4 പതിപ്പും ഉണ്ട്. ശരിക്കും മിടുക്കനാണ് ഈ വാഹനം എന്ന് ഇതിൻ്റെ നാഷണൽ മീഡിയ ഡ്രൈവിൽ തന്നെ ബോധ്യമായതാണ്. അന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊന്നുമല്ല, മാരുതി സുസുക്കിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഒഫീഷ്യൽ കണക്കുകൾ വെച്ചിട്ട് മൊത്ത വാഹനങ്ങൾ വിറ്റതിൽ 53% SUVകളാണ്. അതേപോലെ തന്നെ 2025 കൂടിയിട്ട് 5 ലക്ഷം SUVകൾ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള മാരുതി സുസുക്കി അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ കൂടി താണ്ടിയിരിക്കുകയാണ്. ഇപ്പോൾ SUVയുടെ കാലമാണ്. SUVകളിൽ ഏറ്റവും മിടുക്കൻ ആരാണ് എന്നൊക്കെയുള്ള ഒരു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ₹10,50,000 മുതൽ ₹19,99,000 രൂപ വരെ എക്സ് ഷോറൂം പ്രൈസിലാണ് മാരുതി സുസുക്കി വിക്ടോറിയസ് ലഭിക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. CNG പതിപ്പിനാണെങ്കിൽ 33% ബുക്കിംഗാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം റിവ്യൂവിന് എത്തിയിരിക്കുന്നത് 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡിലുള്ള വാഹനമാണ്. ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് എനിക്ക് റിവ്യൂവിനായിട്ട് ലഭിച്ചത്. ഏകദേശം 2000-ഓളം കിലോമീറ്ററാണ് ഞാൻ ഈ വാഹനം ഓടിച്ചത്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും അതുപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും ഒക്കെ തന്നെ പോകാൻ സാധിച്ചു. സിറ്റി ഡ്രൈവാണ് അതിലേറെ നടത്തിയത്. ഹൈവേ യാത്രകളിലാണ് ഏറ്റവും അനുയോജ്യം എന്ന് എനിക്ക് തോന്നിയത്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാകാം. എപ്പോഴും വാഹനം ഒരു 10 കിലോമീറ്റർ സ്പീഡിലോ 15 കിലോമീറ്റർ സ്പീഡിലൊക്കെ തന്നെയാണ് കൊച്ചി നഗരത്തിലൂടെ എനിക്ക് ഓടിക്കാൻ സാധിച്ചത്. പക്ഷേ തിരുവനന്തപുരം യാത്രകളിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ വരെ ഉള്ള യാത്രകളിലും ഒക്കെ തന്നെ ഹൈവേയിൽ വളരെ സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനത്തിന്. അതിലേറെ പറയാനുള്ളത് ഈ പൊള്ളുന്ന ചൂടിൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ്. ആ ചൂടിലും ഇതിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് ഇതിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റുകൾ, സീറ്റിംഗ് കംഫർട്ട്, ഇൻറ്റീരിയറിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് സോണുകൾ ഒക്കെ തന്നെയും ഏറ്റവും മികവുള്ളതാക്കാൻ മാരുതി സുസുക്കിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദീർഘയാത്രയ്ക്ക് അതിലേറെ പറയാനുള്ളത് ഇതിൻ്റെ NVH ലെവൽസ് ആണ്. ഏത് കുണ്ടിലും കുഴിയിലൂടെ പോകുമ്പോഴും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ മികവ് എടുത്തു പറയുന്നു. സീറ്റിംഗ് കംഫർട്ട് അതിലേറെ മികച്ചതാണെന്ന് പറയുന്നു. വാഹനം വളരെ സ്മൂത്തായിട്ടാണ്. ഞങ്ങളൊരു 5 പേരടങ്ങുന്ന ഫാമിലി പോയിട്ട് ഇതിൻ്റെ മുൻനിരയിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു, കോ ഡ്രൈവർ സീറ്റിലിരുന്നു, പിൻനിരയിലിരുന്നു. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് പറയുമ്പോഴും ഇതിൻ്റെ യാത്രാ സുഖത്തെക്കുറിച്ചിട്ട് പറയുമ്പോഴും മാരുതി സുസുക്കി വിക്ടോറിയസിന് ഏറ്റവും മികച്ച ഒരു മാർക്ക് തന്നെ കൊടുക്കാം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. ശരിക്കും 21 കിലോമീറ്റർ ഒക്കെ തന്നെയാണ് എൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിലുള്ള 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡിന് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി സിറ്റി ഡ്രൈവിൽ എനിക്ക് കിട്ടിയത് 14 മാത്രമാണ്. ഹൈവേകളിൽ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പല റോഡുകളിൽ പല സിറ്റുവേഷൻസിൽ നമ്മൾ AC ഒക്കെ ഓൺ ചെയ്ത് വെന്റിലേറ്റഡ് സീറ്റുകളൊക്കെ തന്നെയും വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ എനിക്ക് കിട്ടിയ ഒരു ആവറേജ്
ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് 14.1 മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി സത്യസന്ധമായിട്ട് എടുത്തു പറയുന്നു. 2025 സെപ്റ്റംബറിൽ മാരുതി സുസുക്കി വിക്ടോറിസ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച സെയിൽസ് സ്ട്രാറ്റജിയിൽ ഒന്നായിരുന്നു വിക്ടോറിസ് അവരുടെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ വാഹനമായിട്ട് കൂടിയിട്ട് നെക്സ ഷോറൂമുകളിൽ കൂടി സെയിൽസ് നടത്താതെ അരീന ഷോറൂമുകൾ വഴി ആണ് സെയിൽസ് എന്ന് ഉള്ള അവരുടെ ഒരു പ്രഖ്യാപനം. അരീന ഷോറൂമുകളിലൂടെ ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ഈ വാഹനം ഷോറൂമുകളിലൂടെ എത്തി അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതിൻ്റെ മൊത്തത്തിൽ സെയിൽസിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 33% ഇതിൻ്റെ CNG പതിപ്പിനാണ് ബുക്കിങ്ങും അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ ഡെലിവറി നടന്നത്. ടോപ്പ് വേരിയൻറ്റുകൾക്കും വൻ ഡിമാൻഡുകൾ ഉണ്ട്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ CNG ടാങ്ക് വാഹനത്തിൻ്റെ അടിവശത്ത് ആയിട്ട്, അതായത് ബൂട്ട് സ്പേസ് കൈയടക്കാതെ വാഹനത്തിൻ്റെ അണ്ടർ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്ത സെഗ്മെൻറ്റ് ഫസ്റ്റ് CNG വാഹനമാണ് മാരുതി സുസുക്കി വിക്ടോറിസ്. ടാക്സി ക്യാബ് വിഭാഗത്തിലുള്ളവരായിരിക്കും CNG വാഹനങ്ങൾ കൂടുതലായിട്ടും ബുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇതുവരെ ഉള്ള 70,000-ഓളം ബുക്കിങ്ങിൽ അതിൻ്റെ 35,000-ഓളം വാഹനങ്ങൾ അവർ ഡെലിവറി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 33% CNG വാഹനങ്ങൾക്കാണ് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നു. 100-ലേറെ രാജ്യങ്ങളിലേക്കാണ് മാരുതി സുസുക്കി വിക്ടോറിസ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. മാരുതി സുസുക്കിയിൽ നിന്നും ആദ്യമായി പുറത്തിറങ്ങിയ പനോരമിക് സൺറൂഫ് ഉള്ള അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഉള്ള വാഹനം കൂടിയാണ് മാരുതി സുസുക്കി വിക്ടോറിസ്. വിക്ടോറിസിനെ കുറിച്ച് എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് അതിന് കിട്ടിയ ഒരു പ്രസ്റ്റീജിയസ് അവാർഡിനെ കുറിച്ചിട്ടാണ്. സിനിമാ ലോകത്ത് നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഓസ്കാർ അവാർഡ് ആണെന്ന്. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ 2026 അവാർഡ് വിക്ടോറിസ് ഇപ്പം നേടിയിരിക്കുന്നത്. ഇക്കോട്ടി അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ എക്സ്പേർട്സിൻ്റെയും ഓട്ടോമൊബൈൽ മാഗസിൻസിൻ്റെയും ഒക്കെ വലിയ ഒരു വിലയിരുത്തലാണ്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണെന്ന് തന്നെ പറയാം. മാരുതി സുസുക്കിയിൽ നിന്ന് എത്തുന്ന 3ാമത്തെ വാഹനമാണ്, ഈ ഒരു അവാർഡ് നേടുന്ന 3ാമത്തെ മോഡലാണ് വിക്ടോറിസ്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന് ഇക്കോട്ടി അവാർഡ് ആദ്യത്തതൊന്നുമല്ല. ഇത് 6ാം തവണയാണ് ഇക്കോട്ടി അവാർഡ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന് ലഭിക്കുന്നത്. ഏറ്റവും അധികം ഇക്കോട്ടി അവാർഡ് ലഭിച്ച മാരുതി സുസുക്കിയുടെ കാർ മോഡൽ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ആണ്. 2006-ലും 2012-ലും 2019-ലും സ്വിഫ്റ്റിനായിരുന്നു ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത്. 2017-ൽ വിറ്റാര ബ്രസ ഈ അവാർഡ് നേടിയിട്ടുണ്ട്. 2026-ൽ മാരുതി സുസുക്കിയുടെ മിഡ് സൈസ് SUV ആയ വിക്ടോറിസ് ഈ അവാർഡ് നേടി. വിക്ടോറിസിനെ പരിഗണിക്കുമ്പോൾ അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് സ്റ്റൈലുണ്ട്, ടെക്നോളജി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, സ്മാർട്ട് ഇന്നോവേഷൻസ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തേക്ക് വന്നു. നമ്മളിപ്പോൾ ഓടിച്ച വാഹനത്തിലേക്ക് വലിയ വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ശരിക്കും ഇത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്, മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റുകളിലേക്ക് ഡോൾബി സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്, മ്യൂസിക് ഓൺ വീൽസ് എന്ന് പറയാം, ഒരുപാട് ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിലേക്കും പനോറമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പറയാനുള്ളത് CNG ടാങ്ക് ഇതിൻ്റെ അണ്ടർ ബോഡിയിലേക്ക് പ്ലേസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. സേഫ്റ്റി നോക്കുകയാണെങ്കിലും സ്റ്റൈൽ നോക്കുകയാണെങ്കിലും കംഫർട്ട് നോക്കുകയാണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മാരുതി സുസുക്കിയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വാഹനങ്ങളിൽ ഏറ്റവും സുന്ദരനായിട്ടും സ്റ്റൈലിഷ് ആയിട്ടും ഒരു സ്ലീക്ക് ആൻഡ് ബോൾഡ് ഡിസൈനിലും എത്തിയിരിക്കുന്ന വാഹനം കൂടിയാണ് മാരുതി സുസുക്കി വിക്ടോറിസ്. വിക്ടോറിസിലെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതിൻ്റെ റാപ്പ് അറൗണ്ട് ഡിസൈനാണ്. ഇതിൻ്റെ ഈ LED DRLസും അതിൻ്റെ റിയർ DRLസും എല്ലാം തന്നെ ആ ഒരു ഡിസൈനിലാണ് പോകുന്നത്. ശരിക്കും വളരെ സ്ലീക്കായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഈ LED DRLസിൻ്റെ റിയർ കാഴ്ചയിലൊക്കെ തന്നെ വാഹനം ഓടുമ്പോൾ നല്ല ഭംഗിയിലാണ്. സ്റ്റൈലും കംഫർട്ടും സേഫ്റ്റിയും എല്ലാം തന്നെ ഒരുമിച്ച് എത്തിയിരിക്കുന്ന ഒരു വാഹനമാണ് വിക്ടോറിസ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ച ആരെയും ഇംപ്രസ് ചെയ്യുന്നതാണ്. ഒരുപാട് കളർ ഓപ്ഷൻസിൽ വിക്ടോറിസ് എത്തുന്നു, ഡ്യുവൽ ടോൺ ഓപ്ഷനുകളിലും എത്തുന്നു. എന്താണ് മാരുതി സുസുക്കിയുടെ ഈ വിക്ടോറിസ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാനുള്ള കാര്യം? ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്ലീക്ക് LED DRLs ആണ്. റാപ്പ് അറൗണ്ട് ഡിസൈനിലാണ് ഈ വാഹനം എത്തുന്നത്. സ്ലീക്ക് ബോൾഡ്
പ്രോഗ്രസീവ് എന്നൊക്കെ തന്നെ വാഹന നിർമ്മാതാക്കൾ വിശേഷിപ്പിക്കുന്നു. അത് 100% സത്യമായിട്ട് തന്നെ നമുക്ക് തോന്നാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റുകളാണെങ്കിലും DRL ആണെങ്കിലും കണക്റ്റഡ് DRLകളാണെങ്കിലും ഇതിൻ്റെ പിൻനിരയിലെ പിൻ കാഴ്ചകളിലെ അതായത് റിയർ ലൈറ്റുകളാണെങ്കിലും ഒക്കെ തന്നെയും മികച്ചതാണ്. ഒരു ലേഡ് ഡിസൈനായിട്ടാണ് ഇവിടെ വരുന്നത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 18 ഇഞ്ച് അലോയ് വീൽ, വളരെ ബോൾഡായിട്ടുള്ള ഒരു വീൽ ആർച്ച്, അതേപോലെ തന്നെ ഡ്യുവൽ ടോൺ ഓപ്ഷനിലുള്ള വാഹനമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ORVM ആണെങ്കിലും ഇത് ചെയ്യുന്നു. അതേപോലെ ഇതിനകത്തേക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നു. 11 വ്യൂകളാണ് അതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് എടുക്കുമ്പോഴാണെങ്കിലും സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണെങ്കിലും സൈഡ് വ്യൂ ക്യാമറകളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഡ്രൈവിങ്ങിൽ മറ്റാരുടെയും സഹായമില്ലാതെ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഈ ഒരു കുഞ്ഞു വഴികളിലൂടെയാണെങ്കിലും അതേപോലെ തന്നെ ഹൈവേകളിലൂടെയാണെങ്കിലും യാത്രകളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് ഇതിനകത്തെ 360 ഡിഗ്രി ക്യാമറ തന്നെയാണ്. 11 തരത്തിലുള്ള വ്യൂ അതിന് പ്രധാനമായിട്ടുമുണ്ട്. അല്ലാതെ തന്നെയും നമുക്ക് ക്യാമറ ഒരുപാട് രീതിയിൽ സെറ്റ് ചെയ്യാം. 10.25 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 10.1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒക്കെ തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ഗുണം ചെയ്യും. റിവേഴ്സ് ക്യാമറയാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ ഒരു 10.25 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇതിൻ്റെ ഈ ക്യാമറ അതിൻ്റെ മൾട്ടിപ്പിൾ വ്യൂസ് ഒക്കെ തന്നെ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ എടുത്തു പറയുന്നു. ഈ വാഹനത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിനകത്തേക്ക് പനോറമിക് സൺറൂഫാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർ പോർഷൻ മൊത്തവും ബ്ലാക്ക് ആണ്. ഇത് ഡ്യുവൽ കളർ ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. പിൻകാഴ്ചയും ഇംപ്രസീവ് ആണ്. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിരിക്കുന്നു, സ്പോയിലർ വന്നിരിക്കുന്നു, റിയർ വൈപ്പേഴ്സ് വന്നിരിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ളത് 2 റിയർ ലൈറ്റുകൾക്കൊപ്പം ഈ ഒരു കണക്റ്റഡ് DRL ആണ്. സീക്വൻഷ്യൽ DRL വളരെ ഭംഗിയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വിക്ടോറിയസ് എന്നുള്ള ബാഡ്ജിങ്, അതുപോലെ തന്നെ ക്യാമറ സെൻസേഴ്സ് ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നു. 419 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അത് CNG വാഹനങ്ങളിലും അതേ ബൂട്ട് സ്പേസ് നൽകാൻ മാരുതി സുസുക്കിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഒരുപാട് തവണ എടുത്തു പറഞ്ഞു. കാരണം അതിൻ്റെ ഒരു സിലിണ്ടർ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അണ്ടർ ബോഡിയിലേക്കാണ്. 419 ലിറ്റർ ബൂട്ട് സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കണക്കുകളാണ്. ഒരു ഫാമിലിക്ക് വളരെ മാന്യമായ രീതിയിൽ എല്ലാ ലഗേജുകളും കൊണ്ടുപോകാം. ഉള്ളിൽ 5 പേർക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കാം. നമുക്ക് ഇനിയും ഇതിൻ്റെ ഒരു സേഫ്റ്റിയെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ എത്തുന്ന ആദ്യത്തെ വാഹനമാണ് ഇത്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. 1.5 ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ വാഹനമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇക്കോട്ടി അവാർഡ് നിർണ്ണയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു വാഹനം ഇന്ത്യൻ റോഡിന് എത്രത്തോളം സ്യൂട്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. പിന്നെ വില പ്രധാനപ്പെട്ട ഒന്നാണ്, ഫ്യൂൽ എഫിഷ്യൻസി പ്രധാനപ്പെട്ട ഒന്നാണ്, സേഫ്റ്റി അതിൽ ഒരു കൺസേൺ ആണ്, അതേപോലെ കംഫർട്ട് ഫീച്ചേഴ്സ് ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫൈനലിസ്റ്റിൽ വന്നിരിക്കുന്നത് മറ്റ് 4 വാഹനങ്ങളായിരുന്നു. 2026 ഇക്കോട്ടി അവാർഡിന് മാരുതി സുസുക്കി വിക്ടോറിയസിനൊപ്പം മത്സരിച്ച മറ്റ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ടാറ്റ ഹാരിയർ EV, അതുപോലെ തന്നെ ക്രെറ്റ EV, മഹീന്ദ്രയുടെ XEV9e, അതുപോലെ സ്കോഡ കൈലാക്. ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു അവാർഡ് നിർണ്ണയത്തിൽ പാനലിസ്റ്റുകൾ പരിഗണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെയും ഏറ്റവും മികച്ച രീതിയിൽ സ്കോർ നേടിയ ഒരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ്. എന്തുകൊണ്ട് നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള 3 പേർക്ക് ഇരിക്കാം. കൊച്ചുകുട്ടിക്കെന്നല്ല, വളരെ കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാം. നല്ല ലെഗ് റൂമും അതുപോലെ തന്നെ നല്ല ഹെഡ് റൂമും എല്ലാം തന്നെയും ഉണ്ട്. ഇതിൻ്റെ റൂഫൊക്കെ തന്നെ ലൈറ്റ് ഗ്രേയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോർഷൻ മൊത്തത്തിൽ ഗ്രേയിലും ബ്ലാക്കും ഗ്രേയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. കപ്പ് ഹോൾഡർ ഉണ്ട്, ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗുകളുണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇനി 5 സ്റ്റാർ റേറ്റിംഗ് ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ സീറ്റുകളുടെ കംഫർട്ടുകൾ എടുത്തു പറയുന്നു. AC, വെന്റിലേഷൻ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. 8 സ്പീക്കറുകൾ, അതുപോലെ തന്നെ ട്വീറ്ററുകൾ ഒക്കെ തന്നെ വന്നിരിക്കുന്നു. ടെക്നോളജി ഒരു വാഹനത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്താമോ അതെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആംബിയൻ ലൈറ്റിംഗ് 66 എണ്ണമാണ്. നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ടെക്നോളജി വൈസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. 10.5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം പ്രൈസിൽ ലഭിക്കുന്ന ഒരു വാഹനത്തിൽ മൾട്ടിപ്പിൾ പവർ ഓപ്ഷൻസ് കൊടുത്തു എന്നുള്ളതാണ് മാരുതി സുസുക്കി വിക്ടോറിയസിൻ്റെ ഒരു വിജയം. സ്ട്രോങ് ഹൈബ്രിഡ്
ഹൈബ്രിഡിലും മൈൽഡ് ഹൈബ്രിഡിലും അതുപോലെ തന്നെ CNG പതിപ്പിലും ഇനി 4x4 കേപ്പബിലിറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത്തരത്തിലും ഒരു വാഹനം സെറ്റ് ചെയ്യാൻ മാരുതി സുസുക്കി വിക്ടോറിയസിന് കഴിഞ്ഞു. പോസിബിളായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിൽ ഉൾപ്പെടുത്തി സേഫ്റ്റിക്ക് അതിപ്രാധാന്യം കൊടുത്തു, കംഫർട്ടിന് അതിലേറെ പ്രാധാന്യം കൊടുത്തു, ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ്, അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു രൂപഭംഗി, ഇന്റീരിയർ കംഫർട്ട് എടുത്തു പറയുന്നു, ടെക്നോളജി അതായത് ടെക്സാവി പിള്ളേർക്ക് വേണ്ടുന്നതെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി. ഹാർമന്റെ 8 സ്പീക്കർ ഡോൾബി അറ്റ്മോസുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വളരെ വലിയ മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് മാരുതി സുസുക്കി വിക്ടോറിയസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 20+21 ഒക്കെ തന്നെയാണ് ഇതിന്റെ ഒരു ക്ലെയിംഡ് ഫ്യൂവൽ എഫിഷ്യൻസി വാഹന നിർമ്മാതാക്കൾ പറഞ്ഞത്. സ്ട്രോങ് ഹൈബ്രിഡിലും CNGയിലും ഒക്കെ വളരെ 30-അടുത്തുള്ള ഫ്യൂവൽ എഫിഷ്യൻസിയാണ് പറഞ്ഞത്. റിയൽ ലൈഫിൽ എനിക്ക് സിറ്റി ഡ്രൈവിൽ 14.2ഉം അതുപോലെ തന്നെ ഹൈവേകളിൽ ഏകദേശം 15-16 ഈ ഒരു റേഞ്ചും ഒക്കെ തന്നെയാണ് കിട്ടിയത്. എന്നാലും മൊത്തത്തിൽ ഇതിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിലും ഈ സീറ്റുകളാണെങ്കിലും എനിക്ക് ഒരുപാട് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വളരെ പൊക്കം കുറഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ വളരെ കമാൻഡിങ് പൊസിഷനിലാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഇത് ചെയ്യുന്നത്. ഞാൻ ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് നോക്കി, കോ ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് നോക്കി. ദീർഘദൂര യാത്രകളിൽ പിൻനിരയിലെ സീറ്റിംഗ് കംഫർട്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ശരിക്കും ഇതിനകത്ത് സേഫ്റ്റി ആണെങ്കിലും ഇതിനകത്ത് അഡാസ് ലെവൽ 2 സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ഗുണം ചെയ്തു. ഇതിനകത്തേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ വന്നിട്ടില്ല. നാഷണൽ ഡ്രൈവിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്ടോറിയസിന്റെ ക്യാബിൻ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് എടുത്തു പറയണം. എല്ലാ അർത്ഥത്തിലും കൂൾ എന്ന് തന്നെ പറയാം. എല്ലാം തികഞ്ഞ ഒരു വണ്ടി, ഈ ഒരു വിലയിൽ കിട്ടുന്ന മധ്യവർഗത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വണ്ടി. ഹാർമന്റെ സ്പീക്കേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞു. മികച്ച മ്യൂസിക് ക്വാളിറ്റി, മികച്ച ഓഡിയോ എക്സ്പീരിയൻസ്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ്, അതിനകത്തേക്ക് ഗ്ലോസി ബ്ലാക്ക് എലിമെന്റ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നു. ഡിജിറ്റൽ ലോകം വേണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും വിക്ടോറിയസിന്റെ ക്യാബിൻ അതിന് ഏറ്റവും സ്യൂട്ടാണെന്ന് തന്നെ പറയാം. 10.25 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് അതെല്ലാം സാധ്യമാകും. ഒരുപാട് കണക്റ്റഡ് ആപ്പ് സ്റ്റോർസ് 35+ എന്നാണ് അവർ പറയുന്നത്. ഇതിനകത്ത് വയർലെസ് ചാർജിങ് സൗകര്യം വന്നിരിക്കുന്നു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ തന്നെ വന്നിരിക്കുന്നു. ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ, സ്മാർട്ട് പ്ലേ പ്രോ എക്സ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അലക്സ വോയിസ് അസിസ്റ്റ് ഇതിനകത്തേക്ക് Check your network connection and try again. അലക്സയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കാറ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് അലക്സ വോയിസ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. കൂളായിട്ടുള്ള നമ്മളെ സ്വാഗതം ചെയ്യുന്ന ഒരു ക്യാബിനാണ് വിക്ടോറിയസിൻ്റെത് എന്ന് പറയാം. ശരിക്കും ഇഷ്ടപ്പെടും. ഇതിനകത്തേക്ക് 64 ആംബിയൻ കളേഴ്സ് ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആണ്. മൂഡ് ലൈറ്റുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. 60-ലധികം കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്തേക്ക്. അതായത് മാരുതി സുസുക്കി നെക്സ്റ്റ് ജെൻ സുസുക്കി കണക്ട് ആപ്പ് വഴി, അതുപോലെ തന്നെ അതിനകത്തേക്ക് കോൾ വന്നിരിക്കുന്നു, മെയിൻ്റെനൻസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, പാർക്കിംഗ് ബ്രേക്ക് സ്റ്റാറ്റസ് വന്നിരിക്കുന്നു, സുസുക്കി നാവിഗേഷൻ വന്നിരിക്കുന്നു. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്കുണ്ട്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് മാരുതി സുസുക്കി വിക്ടോറിയസ് നൽകുന്നത്. PM 2.5 എയർ പ്യൂരിഫിക്കേഷൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ലെവൽ 2 അഡാസ് സൗകര്യം എത്തുന്ന മാരുതി സുസുക്കിയുടെ ആദ്യത്തെ വാഹനമാണ് വിക്ടോറിയസ് എന്ന് ഞാൻ നേരത്തെ ഒരുപാട് സൂചിപ്പിച്ചു. ഇതിൽ 10-ലധികം ഇന്റലിജന്റ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റമാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഓൺ റോഡ് അവയർനെസ് ഈ മാരുതി കാറ് നമുക്ക് വിക്ടോറിയസ് നൽകുന്നു. ഡ്രൈവിംഗിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്ക്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വിത്ത് കർവ് സ്പീഡ് റിഡക്ഷൻ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഹൈ ബീം അസിസ്റ്റ്, റിയർ ക്രൂസ് ട്രാഫിക് അലർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഒക്കെ തന്നെ നമുക്ക് ഓരോ യാത്രകളിലും ഒരുപാട് സേഫ്റ്റി തരുന്നു, ഒരുപാട് അലേർട്ടുകൾ തരുന്നു. ക്ലെയിംഡ് ഫ്യൂവൽ എഫിഷ്യൻസിയും റിയൽ ലൈഫിൽ കിട്ടുന്ന ഫ്യൂവൽ എഫിഷ്യൻസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. എങ്കിലും മാരുതി സുസുക്കി വിക്ടോറിയസിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്ത അവരുടെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്ത ഫ്യൂവൽ എഫിഷ്യൻസി എത്ര ഉണ്ടെന്ന് നോക്കാം. 21.18 കിലോമീറ്ററാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ മൈൽഡ് ഹൈബ്രിഡ് വാഹനത്തിൽ അവർ ലഭിക്കുമെന്ന് പറയുന്ന ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. 21.06 കിലോമീറ്ററാണ് അതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിൽ ലഭിക്കുമെന്ന് പറയുന്നത്. അതിൻ്റെ ഓൾ ഗ്രിപ്പ് 4x4 പതിപ്പ് ഇതിന് ഉണ്ട് എന്ന് പറഞ്ഞു. ഫ്യൂവൽ എഫിഷ്യൻസി 19.07 കിലോമീറ്റർ ആണ്. ഇനി ഇതിൽ CNG പതിപ്പ്, അതായത് CNGയിൽ ഓടുന്ന ഡ്യുവൽ ഓപ്ഷനിലുള്ള പെട്രോളിലും CNGയിലും ഓടുന്ന ആ ഒരു വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി 27.02 കിലോമീറ്റർ ആണ്. ഇനി CVT എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിന് അവർ പറയുന്നത് 28.65 കിലോമീറ്റർ ആണ്. സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാരുതി സുസുക്കി വിക്ടോറിയസിന്റെ ടോപ്പ് വേരിയന്റുകൾക്കും നല്ല ഡിമാൻഡ് അല്ലെങ്കിൽ ബുക്കിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന
കെ സീരീസ് 1.5 ലിറ്റർ ഡ്യുവൽ VVT എഞ്ചിനിലുള്ള വാഹനം, അതിൻ്റെ മൈൽഡ് ഹൈബ്രിഡിലുള്ള വാഹനം. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 75.8 കിലോവാട്ട് ആണ്. അതിൻ്റെ ടോർക്ക് 139 ന്യൂട്ടൺ മീറ്റർ ആണ്. ഈ വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാനുവൽ ട്രാൻസ്മിഷനിലുള്ള ഈ വാഹനത്തിൽ ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് വളരെ ഈസി ആയിരുന്നു. ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്, ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആണ്, അതുപോലെ തന്നെ കംഫർട്ട്, അതുപോലെ തന്നെ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ടും ശരിക്കും ഇതിൻ്റെ 8-way പവർ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സാധ്യമാവുന്ന ഇതിൻ്റെ സീറ്റുകൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. ഇതിലെ വെന്റിലേറ്റഡ് സീറ്റുകൾ ഈ ഒരു പൊട്ടുള്ളുന്ന ചൂടിൽ ഒരുപാട് ഗുണം ചെയ്തു. നല്ല ഹെഡ് റൂം ഉണ്ട്, നല്ല മ്യൂസിക് സിസ്റ്റം ആയിരുന്നു ഇതിനകത്തേക്ക്, നല്ല സ്റ്റിയറിംഗ്, വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് മാനൂവർ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു സ്റ്റിയറിംഗ്. അത് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ വലിയ വാഹനം ഓടിച്ചുകൊണ്ട് ഏത് വഴിയിലൂടെയും പോകുന്നു. എനിക്ക് കിട്ടിയ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. സസ്പെൻഷനെ കുറിച്ച് എടുത്തു പറയുന്നു. ഏത് കുണ്ടിലും കുഴിയിലും ഒക്കെ തന്നെ വീണാലും വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാരിലേക്ക് അതിൻ്റെ യാതൊരു വിധമായ സംഗതിയും എത്തുന്നില്ല. ഈസി ആയിട്ട് ഇന്ത്യൻ റോഡിൽ ഹാൻഡിൽ ചെയ്യാൻ മാരുതി സുസുക്കി വിക്ടോറിയസിന് സാധിക്കും. അത് എടുത്തു പറയുന്നു. അതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ NVH ലെവൽസും വളരെ മികച്ചതാണ്. മികച്ച രീതിയിൽ അതൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ അവാർഡിലേക്ക് വിക്ടോറിയസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എല്ലാ അർത്ഥത്തിലും മിടുക്കനാണ്, കരുത്തനാണ്, സുന്ദരനാണ്, കൊടുക്കുന്ന വിലയ്ക്ക് വർത്താണ്, മികച്ച ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, ദൂരയാത്രയ്ക്ക് പോകാം, 5 പേർക്ക് സുഖമായിരിക്കാം, 5 പേരുടെ ലഗേജുകൾ കൊണ്ടുപോകാം. ഇങ്ങനെ എല്ലാം തികഞ്ഞ ഒരു വാഹനത്തിനൊപ്പമുള്ള ദീർഘകാല എക്സ്പീരിയൻസിൻ്റെ റിവ്യൂ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.